നമസ്കാരം പ്രിയമുള്ളവരെ. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഇങ്ങനെ അനിശ്ചിതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ സംസ്ഥാന സർക്കാർ തൽക്കാലം നിയന്ത്രിക്കുന്നില്ല. എത്ര വരെ കൂടിപ്പോകും, എവിടെ നിൽക്കും എന്നറിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്നാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നിയമസഭയിൽ അതനുസരിച്ചുള്ള വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ് ഒരു സംഭവം ഒരിക്കൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നയാര എന്ന് പറയുന്ന ഒരു പമ്പ് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്ട് 6500 പരം പമ്പുകൾ അവർക്ക് ഇന്ത്യയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഇവർക്ക് ഗുജറാത്തിൽ എണ്ണ ശുദ്ധീകരണശാലയുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിൻ്റെ കയ്യിൽ ആയിരിക്കാം ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇടയ്ക്ക് പല ബിസിനസ് മാഗസിനിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ജിയോ BPയും ഇവരുമായിട്ട് കടുത്ത മത്സരമാണെന്നും വായിച്ചു. അപ്പോൾ ജിയോയുടെ അല്ല റിലയൻസിൻ്റെ അല്ല ഇതെന്നുള്ളത് ഏകദേശം വ്യക്തമായിരുന്നു. പിന്നെ ഇതെന്താണ്, ആരുടെയാണെന്നൊക്കെ ഒരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒറ്റയടിക്ക് ഇവർ ഏകപക്ഷീയമായിട്ട് പെട്രോളിന് 5 രൂപ കൂട്ടി. സർക്കാർ കൂട്ടാതിരിക്കുന്ന സമയത്ത് യുദ്ധം പ്രഖ്യാപിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം എങ്ങനെയാണ് ഇവർ ഇത്രയും രൂപ കൂട്ടുന്നതെന്നവരായി നമ്മുടെ അടുത്ത ചിന്ത. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം കടുത്ത മത്സരമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഈ 110 രൂപയാണ് അല്ലെ 120 രൂപയാണ് ഇപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് 116 രൂപ ഉള്ളപ്പോൾ 2013 നമ്മുടെ സംസ്ഥാനത്ത് പെട്രോളിൻ്റെ വില 60 രൂപയും ഡീസലിൻ്റെ വില 50 രൂപയായിരുന്നു. ഇത് രണ്ടും കൃത്യമായി, ഡീസലിൻ്റെ വില എങ്ങനെ കൂടുന്നോ എന്ന് കൃത്യമായി എല്ലാ ദിവസവും അറിയുന്ന ഒരാളാണ് ഞാൻ. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. അത് വാർത്തയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, അല്ലാതെ എൻ്റെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ അറിയുന്നത്. ഒരു ദിവസം എങ്ങനെയായാലും സർക്കാരിന് വേണ്ടി 200 ലിറ്റർ ഡീസൽ വാങ്ങി അതിൻ്റെ നികുതി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് ആരാണ്, എന്താണെന്ന് അറിയണം. അങ്ങനെ തിരക്കി ചെല്ലുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കമ്പനി എന്ന് പറയുന്നത് റഷ്യയിലുള്ള ഒരു സ്ഥാപനമാണ്. റഷ്യയിലുള്ള റെസെൻറ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറഞ്ഞ കമ്പനി. അവരെങ്ങനെ ഇന്ത്യയിൽ വന്നു എന്നാണ് നോക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ അവരോടുള്ള താല്പര്യം കൊണ്ടോ അവരെ ക്ഷണിച്ചു വരുത്തുകയാണോ എന്നുള്ളൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. അതായത് ആ സാഹചര്യത്തിൽ ഇന്നും നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില 120 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മാന്യമായ രീതിയിൽ നമുക്ക് പെട്രോൾ തരാനും അതിൽ 10 രൂപ കുറച്ച് ഡീസൽ തരാൻ പറ്റും. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്ന് നോക്കണ്ട. എല്ലാവരും സംസ്ഥാന സർക്കാരിൻ്റെ നികുതിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വിൽപ്പന നടത്തുന്നത് സംസ്ഥാനങ്ങളിലാണെങ്കിലും അതിൻ്റെ ആനുകൂല്യം സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് കിട്ടുന്നുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ഇത് കൈകാര്യം ചെയ്ത സമയത്ത് സർക്കാർ ഓരോ പ്രാവശ്യം 80 പൈസ 10 പൈസ 50 പൈസ വെച്ച് കുറച്ച് കൂട്ടി ഇപ്പോൾ ഏകദേശം 10 രൂപയോളം കൂട്ടിക്കഴിഞ്ഞു. പണ്ടൊരിക്കലും 10 രൂപ കുറച്ച് തന്നു, അത് കൂട്ടി മേളിലെടുത്തിരിക്കുന്നു. ഇതെല്ലാം ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ശൗചാലയം പണിയാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിൽ നമുക്ക് സങ്കടമില്ലാതെ വരുന്നത്. ഇത്രയും ശൗചാലയം ഇല്ലാത്ത 135 കോടി ജനങ്ങൾക്ക് ശൗചാലയം പണിയാൻ ഇത്രയൊക്കെ പൈസ മതിയോ, എത്ര ആയിരം കോടി രൂപ മതിയാവത്തില്ലേ എന്ന് ചോദിച്ചാൽ ആരും മിണ്ടാനില്ല നമുക്ക്. അതാണ് നമ്മുടെ ഒരു വേറെ പ്രശ്നം. എന്തായാലും ഈ കമ്പനി 2017 18 ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ വരാനൊരു കാരണമുണ്ട്. ഇവരുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്ന അവിടുന്ന് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന വേറൊരു സ്ഥാപനമുണ്ട്, SR. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊടുന്നതിന് അതിൻ്റെ ബോർഡെല്ലാം മാറുന്നതും അത് അടച്ചു കൂട്ടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2017-18 ഏകദേശം ഒരു 90,000 കോടി രൂപയുടെ ബാധ്യത ഈ പെട്രോളിയം കമ്പനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ കമ്പനിയെ മൊത്തത്തിൽ ഈ പറഞ്ഞ റെസെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ടേക്ക് ഓവർ ചെയ്തിട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ പമ്പ് കൊടുത്തു. SR ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവരുടെ പമ്പുണ്ട്. ഈ പമ്പുണ്ടെന്ന് മാത്രമല്ല വേറെ കാര്യമുണ്ട്. ഇതിന് പലരും പറയുന്നത് ഇത് നായർ സമുദായത്തിൻ്റെ ആണെന്നൊരു ചൊല്ല് പലരും നടക്കും. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള നായർ സമാജമാണ് ഇത് നടത്തുന്നതെന്നാണ് മറ്റു ചിലർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിന് നായന്മാരുടെ ഒരു ബന്ധവുമില്ല. നായന്മാരുടെ അപ്പോസ്തലനായ പോപ്പിന് ഇപ്പോഴും ഹോട്ടൽ നടത്താൻ മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന് ഈ പമ്പ് നടത്താനോ ഈ പറയുന്ന എണ്ണ ശുദ്ധീകരണശാല നടത്താനുള്ള ധൈര്യമൊന്നും ആത്മധൈര്യമൊന്നുമില്ല. അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ ഈ എല്ലാവരെയും അടക്കി പിരിച്ചെങ്കിൽ എല്ലാവരുടെ ചേർത്ത് തമ്പ്രാനാക്കി വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഒരു റിഫൈനറി പോയിട്ട് ഒരു പമ്പ് തുടങ്ങാനുള്ള ധൈര്യമില്ലാത്ത മനുഷ്യനങ്ങനെ. എന്തിന്? വളരെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വേണ്ട, നഷ്ടമാണെന്ന് പറഞ്ഞ കക്ഷികളാണ്. എൻ്റെ ജില്ലയിൽ തന്നെ 4-5 മെഡിക്കൽ കോളേജ്, അതിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയാണെന്നറിയോ? എല്ലാം കഴിഞ്ഞാൽ നീക്കി ബാക്കി നെറ്റ് ഇൻകം 10 കോടി രൂപയാണ് നെറ്റ് ഇൻകം.
പേഷ്യൻ്റ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറഞ്ഞത്. അതുപോലും അറിയാനോ ചെയ്യാനോ അറിയാൻ വയ്യാത്ത ഒരു മണ്ട ശിരോമണിയെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, പോപ്പിനെ. ആ പോപ്പിനെ കൊണ്ട് പമ്പ് നടത്താൻ പറ്റുമോ? എന്തായാലും ഇതാണ് SR ആണ് ഈ പുതിയ സ്ഥാപനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നായന്മാർക്ക് പമ്പ്, നായന്മാർക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പമ്പുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ നായർ സമുദായത്തിനോ ഡൽഹി നായർ സമാജത്തിനോ ഒന്നും ഇങ്ങനെ ഒരു പമ്പില്ല എന്ന് എല്ലാവരും ഒന്ന് വിശ്വസിക്കുക. വിശ്വസിക്കേണ്ട, അതാണ് സത്യം. നന്ദി, നമസ്കാരം.